ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കണക്ക് സംഖ്യ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 പിന്നീട് ഏതാ പഠിച്ചേ 15 16 17 18 19 20 21 22 ഇതുവരെ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ കണക്ക് സംഖ്യ പഠിച്ചത് ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ? ഇതുവരെ പഠിച്ചോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കണക്ക് സംഖ്യ വീതം വെച്ചിട്ടാ പഠിക്കുന്നത്. 23ഉം 24. നമുക്ക് ആദ്യം 23 എങ്ങനെ എഴുതാന്ന് ആദ്യം പഠിക്കാം, എന്നിട്ട് 24 പഠിക്കാം. ആദ്യം കുറേ കുത്തുകൾ ഇട്ടിട്ട് അതിന്റെ മുകളിലൂടെ 23 എങ്ങനെ എഴുതാന്ന് ആദ്യം മനസ്സിലാക്കാം. ഇനി മുതലുള്ള അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ തന്നെ 2 കണക്ക് സംഖ്യ വീതം വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, 23 കുത്തിലൂടെ എഴുതിയിട്ട് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, കാണുന്നുണ്ടോ? ആദ്യം നമുക്ക് അതിന്റെ മുകളിലൂടെ എഴുതിയിട്ട് പഠിക്കാം. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാവും. അപ്പൊ അതിന്റെ കുത്തിന്റെ മുകളിലൂടെ എഴുതി പഠിക്കുമ്പോഴേ കൈ ഒന്ന് വഴങ്ങും. ഓക്കെ, അപ്പോഴേ നമുക്ക് പറ്റത്തുള്ളൂ എഴുതാൻ വേണ്ടിയിട്ട്. 23 ഏതൊക്കെ വരുന്നുണ്ട്? കണക്ക് സംഖ്യ 2ഉം പിന്നീട് 3ഉം 23. ഓക്കെ, ഒന്നും കൂടി നോക്കിയേ. കുത്തിന്റെ മുകളിലൂടെ എഴുതുന്നേ 2ഉം 3ഉം അല്ലേ? 23 പറയുമ്പോ തന്നെ അതിലില്ലേ 23. 2ഉം 3ഉം. ഇനി അങ്ങോട്ടുള്ള കണക്ക് സംഖ്യ വളരെ എളുപ്പമാണ്. നമ്മൾ 1 മുതൽ 10 വരെ പഠിച്ചു കഴിഞ്ഞാല് പിന്നീട് അത് വെച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാ ഓരോ ക്ലാസ്സിൽ 2 കണക്ക് സംഖ്യ വീതം വെച്ച് പഠിക്കാന്ന് പറയുന്നത്. ഓക്കെ, 23 എളുപ്പമല്ലേ? 2ഉം 3ഉം കുത്തില്ലാതെ ഒന്ന് എഴുതി നോക്കാം. 2ഉം 3ഉം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ 2, അതുപോലെ 3. അപ്പൊ 2ഉം 3ഉം കൂടിയാൽ എങ്ങനെയാ വായിക്കുക? 23. 2 3 23. ഓക്കെ, എളുപ്പമല്ലേ? 2ഉം 3ഉം 23. ഒന്ന് പറഞ്ഞാട്ടെ, 23. ഓക്കെ, ഒന്നുകൂടി എഴുതി നോക്ക. 2ഉം പിന്നീട് ഏതാ 3ഉം 23. 2ഉം 3ഉം അങ്ങനെ പറഞ്ഞ് എഴുതുമ്പോഴേ അത് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. 2ഉം 3ഉം 23. ഓക്കെ, 2ഉം 3ഉം 23 പഠിച്ചല്ലോ. ഇനി പഠിക്കാൻ പോകുന്നത് 24. 24 നമുക്ക് ആദ്യം കുറെ കുത്തിലൂടെ എഴുതിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, കുറെ കുത്തുകൾ ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിലൂടെ എഴുതിയിട്ട് പഠിക്കാം. കുത്തിന്റെ മുകളിലൂടെ എഴുതിയിട്ട് പഠിക്കുമ്പോഴേ നമുക്ക് ഒരു ഐഡിയ കിട്ടും അതെങ്ങനെയാ എഴുതുന്നത്, അതെങ്ങനെയാ വരുന്നത് എന്നൊക്കെ. ആ കൈ ആ കുത്തിലൂടെ തന്നെ പോകത്തില്ലേ? അപ്പോഴും മനസ്സിലാവും. ഓക്കെ, കാണുന്നുണ്ടോ? നമുക്ക് കുത്തിന്റെ മുകളിലൂടെ എഴുതിയിട്ട് മനസ്സിലാക്കാം 24 എങ്ങനെ എഴുതുന്നെന്ന്. ശ്രദ്ധിച്ചു നോക്കിയാട്ടെ എഴുതുന്നത്. ആദ്യം എന്തോ ചെയ്യണോ? കുത്തിന്റെ മുകളിലെ എന്താ എഴുതിയേ? 2 അല്ലേ? പിന്നീട് എന്ത് വന്നു? 4. അപ്പൊ എങ്ങനെ വായിക്കുക? 24. അതിൽ തന്നെ ഇല്ല അല്ലേ 4 പറയുന്നേ? 24. എളുപ്പമല്ലേ പഠിക്കാൻ? ഓരോ ക്ലാസ്സിൽ 2 കണക്ക് സംഖ്യ വീതം പഠിക്കാൻ എളുപ്പമല്ലേ? ഓക്കെ, 24. 2ഉം പിന്നീട് എന്താ വന്നു? 4. 24 പറയുമ്പോ അതിൽ 4 ഉണ്ടല്ലേ? അപ്പൊ 2ഉം 4ഉം എങ്ങനെയാ വായിക്കുക? കണക്ക് സംഖ്യ 24. ഒന്നുകൂടി നോക്കിയേ. 2ഉം തൊട്ടടുത്ത് 4ഉം 24. എളുപ്പമല്ലേ പഠിക്കാൻ? ഓക്കെ, ഇനി കുത്തില്ലാതെ ഒന്ന് എഴുതി നോക്കിയേ. 2ഉം 4ഉം പറഞ്ഞുകൊണ്ട് എഴുതണം. 24 എങ്ങനെ എഴുതും? 2ഉം
അടുത്ത് 4ഉം. എളുപ്പമല്ലേ കണക്ക് സംഖ്യ? 2ഉം 4ഉം 24. ഒന്നുകൂടി എഴുതി നോക്കിയേ. 2ഉം 4ഉം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം. എന്നാലേ ഓരോ കണക്ക് സംഖ്യ വരുമ്പോൾ അങ്ങോട്ട് വലിയ കണക്ക് സംഖ്യ വരുമ്പോഴേ നമ്മൾ മനസ്സിൽ കേറി പറ്റത്തുള്ളൂ. അത് എങ്ങനെയാ വരുന്നതെന്ന്. 2ഉം 4ഉം 24. 23 എങ്ങനെയാ? 2ഉം 3ഉം. 24 2ഉം 4ഉം അല്ലേ? 24. ഓക്കെ, ഇവിടെ നോക്കിയാട്ടെ എത്ര ബോള് നമുക്ക് നോക്കാം. റൗണ്ട് വരച്ചിട്ട് കാണുന്നില്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 സർക്കിൾ ഉണ്ടല്ലേ? 2ഉം 3ഉം 23. അടുത്ത് നോക്കിയാട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 വട്ടുണ്ടല്ലേ സർക്കിള്? 2ഉം 4ഉം 24. ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണക്ക് സംഖ്യ പഠിക്കാം. ഓക്കെ, ബൈ.